കസാക്കിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലൊന്നാണ് അൽ ഫറാബി നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കസാക്കിസ്ഥാനിലെ ഒരുപാട് വിദ്യാർത്ഥികളും വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികളും പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റിയുടെ അകത്തളങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതെ, നമുക്കറിയാം ഈ യൂണിവേഴ്സിറ്റിക്കകത്ത് ഒരുപാട് നിരവധി മെഡിക്കൽ കോഴ്സുകൾ കൂടാതെ ജേർണലിസം കോഴ്സുകൾ, അതുപോലെ BA കോഴ്സുകൾ, ആർട്സ് കോഴ്സുകൾ, ടെക്നോളജി, അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള ഈ ഒരു ക്യാമ്പസ് നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ NMCയുടെയും WHO അംഗീകാരമുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അൽ ഫറാബി കസാക്ക് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതാണ് അൽ ഫറാബി നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ റെക്ടർ ഓഫീസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് എല്ലാ പേപ്പർ വർക്ക്സ് നടക്കുന്നത്. കുട്ടികളുടെ ഫീസ് സംബന്ധമായ കാര്യങ്ങൾ, അപ്രൂവൽസ് കാര്യങ്ങൾ, സർട്ടിഫിക്കേഷൻ ഡോക്യുമെൻറ്റ് സബ്മിഷൻസ്, എല്ലാ കാര്യങ്ങളും റെക്ടർ ഓഫീസിലാണ് നടക്കുന്നത്. ഈ റെക്ടർ ഓഫീസിലാണ് കുട്ടികൾക്ക് വന്ന് എന്തെങ്കിലും പെർമിഷൻസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഗ്രീവിയൻസ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന എല്ലാ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് റെക്ടർ ഓഫീസ്. ഈ യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം MBBS പഠിക്കാൻ വരുന്ന ചിലവ് വളരെ കുറഞ്ഞ ചിലവിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു യൂറോപ്യൻ കൾച്ചർ നിങ്ങൾക്ക് ഫോളോ ചെയ്തുകൊണ്ട് ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഫാക്കൽറ്റിയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ഏത് സമയത്തും കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് ഡൗട്ടുകൾ ചോദിക്കാം, കുട്ടികളുടെ കാര്യങ്ങൾ സംസാരിക്കാം, അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് അൽ ഫറാബി കസാക്ക് നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. 10 കുട്ടികൾക്ക് ഒരു ടീച്ചറാണ് ഇവിടെ അവൈലബിൾ. അതായത് ഒരു ക്ലാസ്സിൽ അത് 10 കുട്ടികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ 10 കുട്ടികൾക്കും ഒരു ടീച്ചറാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനും ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെടാനും ടീച്ചേഴ്സുമായിട്ട് കൂടുതൽ സംസാരിക്കാനും ഇത് യൂസ്ഫുൾ ആകും. മറ്റ് യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ അൽ ഫറാബി യൂണിവേഴ്സിറ്റി അത്യാവശ്യം പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റിയാണ്, അത്യാവശ്യം സ്ട്രിക്റ്റ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ലൈബ്രറി നമുക്കിവിടെ പുറകിൽ കാണാൻ പറ്റും. എല്ലാ രീതിയിലുള്ള ബുക്സും ഇവിടെ അവൈലബിൾ ആണ്. ഇന്ത്യൻ സിലബസ് അനുസരിച്ചുള്ള ബുക്സ് ഇവിടെ അവൈലബിൾ ആണ്. കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുള്ളത് കൊണ്ട് തന്നെ ഈ ലൈബ്രറി ഇവർക്ക് യൂസ് ചെയ്യാം. രാവിലെ 8 മണി തൊട്ട് 9 മണി വരെ ഈ ലൈബ്രറി ഓപ്പൺ ആയിരിക്കും. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അത്യാവശ്യം ഭയങ്കര ടൈറ്റുള്ള യൂണിവേഴ്സിറ്റിയാണ്, അത്യാവശ്യം പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റിയാണ്. പഠിക്കണം എന്ന് നിങ്ങൾക്ക് വാശിയുണ്ട്, MBBS പഠിച്ച് തന്നെ എടുക്കണം നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ് അൽ ഫറാബി മെഡിക്കൽ യൂണിവേഴ്സിറ്റി കസാക്കിസ്ഥാൻ. വി ഹാവ് ഗോട്ട് 2 മല്ലൂസ് ഹിയർ. നമുക്ക് ചോദിക്കാം, എങ്ങനെയുണ്ട്? പേരെന്തായിരുന്നു? ഷഫാന. റിഷ്മ. എവിടെയാണ് സ്ഥലം? കാസർഗോഡ്. മലപ്പുറം. എങ്ങനെയുണ്ട് അൽ ഫറാബി യൂണിവേഴ്സിറ്റി ഓവറോള് ഇപ്പൊ കുഴപ്പമില്ല, അൽഹംദുലില്ലാ. നല്ല പഠിപ്പിച്ച് തരും നമുക്ക്. അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ ഇതെല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ്. കമ്പയർ ടു നിങ്ങളുടെ നാട്ടിലുള്ള +2 ലെവലിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ടോ? ഒരുപാട് മാറിയിട്ടുണ്ട്. കുറേ നമ്മൾ പഠിച്ചു തുടങ്ങിയില്ലേ. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഫുൾ എല്ലാ പിന്നെ ഇപ്പോൾ ഡ്രഗ്സ് സ്റ്റാർട്ട് ചെയ്തു, അതായത് ഫാർമക്കോളജി. നിങ്ങൾ ഈ ക്യാമ്പസിനകത്ത് ഇവിടെ തന്നെയാണ് ക്ലാസ് വരുന്നത് അതോ? അല്ല, ഇന്റർനാഷണൽ ക്യാമ്പസ് വേറെയാണ്. വേറെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അവിടെ ആഫ്റ്റർ ദാറ്റ് ഹോസ്പിറ്റൽ. ടീച്ചേഴ്സിൻ്റെ ഒക്കെ ബിഹേവിയർ എങ്ങനെയാണ്? ടീച്ചേഴ്സ് നമ്മുടെ അടുത്ത് നല്ല, നമ്മൾ പഠിച്ചിട്ട് നമ്മളെ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യൻ സ്റ്റുഡൻസ് ഭയങ്കര ബ്രില്യൻ്റ് ആണ്, അവരുടെ ഒരു കാര്യത്തിൽ നമ്മൾ ബ്രില്യൻ്റ് ആണ് മറ്റു സ്റ്റുഡൻസിനേക്കാളും. നല്ല ഗ്രാസ്പിംഗ് പവർ ഉള്ള പിള്ളേരാണ്. ഇവിടുത്തെ എക്സ്പെൻസ്, ലിവിങ് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് കമ്പാരിറ്റീവ്ലി? ഹോസ്റ്റലിന് മന്ത്ലി ഇവിടുത്തെ 50,000 ടെങ്കയാണ് ഞാൻ പേ ചെയ്യുന്നത്. ഹോസ്റ്റൽ ഞാൻ $80, ഇവള് $100, ഞാൻ 80. ഞാൻ ഡിഫറെൻറ്റ് ഹോസ്റ്റൽസ്. നിങ്ങൾ സേഫ് ആണ് ഇവിടെ കൺട്രിയിൽ, യൂണിവേഴ്സിറ്റിയിലൊക്കെ സേഫ്? അപ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത സാധനമാണോ അവിടെ കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക്? മോർ ദാൻ എക്സ്പെക്ട് ചെയ്ത സംഭവങ്ങൾ. അതായത് ഞാൻ വിചാരിച്ചത് അബ്രോഡ് ആകുമ്പോൾ അത്രക്ക് സ്ട്രിക്റ്റോ പഠിപ്പിക്കാറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഫറാബിയിൽ പാസ്സാവാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങളുടെ ഒരു ജൂനിയേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് വീണ്ടും കുട്ടികൾ ഇങ്ങോട്ട് റെഫർ ചെയ്യുന്നതിന് നിങ്ങൾ എന്താ പറയുക? കുഴപ്പമൊന്നുമില്ല, കുട്ടികൾക്ക് അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനും കുറച്ച് മെന്റലായിട്ടും ഫിസിക്കലായിട്ടും കുറച്ച് പ്രഷർ വരുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ട് വരും, അത് ഓവർകം ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ തീരാനാകുമ്പോഴത്തേക്ക് നല്ലൊരു കരഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ കരഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് സെമസ്റ്റർ കരഞ്ഞിട്ടുണ്ട്, തേർഡ് അൽഹംദുലില്ലാ പാസ്സാവോ എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞിട്ടുണ്ട്. അത്രയും കോൺഫിഡൻസിൽ വന്നിട്ടും ഒരു എന്താ പറയുക, ഒരു കുറച്ചവിടെ ബാക്കി ഉണ്ടാവും. 1-2 മാർക്കിനൊക്കെ ജസ്റ്റ് പാസ്സാവാത്തവരുണ്ട്. അത് നല്ല സ്ട്രിക്റ്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ. അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡോക്ടർ ആവാൻ പറ്റുന്ന ഉറപ്പാണ്. FMGന്റെ കോച്ചിങ് കാര്യങ്ങളൊക്കെ ഇവിടെ തരുന്നുണ്ടോ? ഇപ്പോൾ FMG അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് USMLE
ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഡിസ്കഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തേർഡ് ഇയറിൽ ഇവിടെ സ്റ്റേറ്റ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് USMLE സ്റ്റെപ്പ് 1 ബുക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി ബ്രോഡായിട്ടാണ് ബ്രോഡായിട്ടാണ് ഇപ്പോൾ തുടങ്ങി. എനിക്ക് എന്തായാലും ആ ഒരു പഠനം കൊണ്ട് നിങ്ങൾക്ക് FMG ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തായാലും എന്തെങ്കിലും അറിഞ്ഞിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ബാച്ച് കുറച്ച് കുട്ടികൾ പാസ്സായി പോയിട്ടുള്ള അതിൽ 90% കുട്ടികൾ FMG ക്വാളിഫൈ ചെയ്തു എന്നാണ് കേട്ടിട്ടുള്ളത്. സത്യമാണോ? സത്യമാണ്. അപ്പോൾ എനിവേ താങ്ക്സ് ടു ഷഫാന ഷഫാന ആൻഡ് റിഷ്ഫ. ഓക്കെ, താങ്ക് യു.